കൂട്ടുകാരെ, നമ്മൾക്കിന്ന് ബേക്കറിയിലൊക്കെ കിട്ടണ ജാം ബിസ്ക്കറ്റ് വീട്ടിലെങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കാം. വായു വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് ബട്ടർ എടുക്കാം, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ. ഇനി ഇതിലോട്ട് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. പഞ്ചസാരയും ബട്ടറും നന്നായി മിക്സ് ചെയ്ത് നല്ല ക്രീമി ടെക്സ്ചർ ആവണം. ഇനി ഇതിലോട്ട് 1 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂണ് ഉപ്പ്. എന്നിട്ട് നന്നായി അരിച്ചെടുക്കുക. കുറേശ്ശെ അരിച്ചെടുത്തത് നമ്മൾ ബാറ്ററിൽ മിക്സ് ചെയ്തിട്ടേ ഇരിക്കുക. ഇനി ബാറ്ററും നമ്മുടെ മൈദയും നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത ബാറ്റർ നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗിലാക്കി ഇടണം. വേറൊന്നിനല്ല, നമ്മൾ പൈപ്പിംഗ് ബാഗ് എന്ന് വെച്ചാൽ ഒരു കവർ എടുത്ത് സൈഡിൽ ഓട്ടയുണ്ടാക്കി അതിലിടുന്നതാണ്. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏത് കവറായാലും യൂസ് ചെയ്യാം. ഇതുപോലെ നോസിലില്ലാത്തവര് വെറുതെ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് സെന്ററിൽ ഒരു ഓട്ട കുത്തിയാൽ മതി. ഇനി നമ്മൾക്ക് ഓവനിൽ ബേക്ക് ചെയ്യാനുള്ള ട്രേയില് ഓരോ കുക്കീസായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഈ കുക്കീസിന്റെ സെന്ററിൽ നമ്മൾ കൈവിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഓട്ട വെച്ച് കൊടുക്കുക. എന്തിനാന്ന് വെച്ചാൽ ഇതിലേക്ക് ജാം ഫില്ല് ചെയ്യാനാണ്. ഇനി ജാം നമ്മൾ ഒരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. നന്നായി ഉടച്ചെടുക്കുക ജാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഓരോ ബിസ്ക്കറ്റിന്റെയും സെന്ററിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഓവനിൽ വെക്കാനുള്ളത്. ഇത് ഞാൻ അടുപ്പിൽ വെക്കാനായിട്ട് ഒരു പാത്രത്തിൽ അതേമാതിരി വെച്ചിരിക്കുന്നു. അടുപ്പിലോട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ 12 മുതൽ 15 മിനിറ്റ് വരെ വെച്ചിട്ടുണ്ട്. ഓവനിലും ഇതേ ടൈം തന്നെയാണ്, 12 മുതൽ 15 മിനിറ്റ് വരെ. അടുപ്പിലെയും ഓവനിലെയും ഒരേ ടൈമിൽ വെന്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? കടകളിൽ നിന്ന് കിട്ടണ അതേമാതിരി ജാം ബിസ്ക്കറ്റ് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഇത് ഇനി നന്നായി ചൂടാറിയതിന് ശേഷം പൊട്ടിച്ചെടുക്കുക. അങ്ങനെ നന്നായി ചൂടാറിയതിന് ശേഷം പൊട്ടിക്കുമ്പോൾ മാത്രമാണ് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുള്ളൂ. ഇനി നമുക്ക് അടുപ്പിൽ വേവിച്ചതും ഇതേമാതിരി പൊട്ടിച്ച് നോക്കാം. നല്ല ക്രിസ്പിയാണ്. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അടുപ്പിൽ നിന്ന് എടുക്കുമ്പോൾ, ഓവനിൽ നിന്ന് എടുക്കുമ്പോൾ ഇത് ഒരു സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. ഒരു 10 നിമിഷം കഴിഞ്ഞിട്ട് ചൂടാറിയതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പിനെസ് ഉണ്ടാവും. ഞാൻ കുട്ടി ജാം ബിസ്ക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവർ ചുമ്മാ പെറുക്കി കഴിക്കും. അപ്പം നിങ്ങളും ഇതുപോലെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഓവനില്ലാത്തവർക്കും ഞാൻ എങ്ങനെ അടുപ്പിൽ ചെയ്യാന്നുള്ളത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാം.
ഉണ്ടാക്കിയിട്ട് ആദിലക്ഷ്മി കിച്ചൺ വേയില് കമന്റ്സ് അറിയിക്കാം. അപ്പൊ ഞാൻ ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാനായിട്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ ഫ്രണ്ട്സ്.